നമസ്കാരം. പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു. രാഹുലിന്റെ PAമാരിൽ നിന്നും മൊഴിയെടുത്തു. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഫ്ളാറ്റിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. യുവതി നൽകിയ പരാതിയിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതെന്നാണ് വിവരം. എന്നാൽ രാഹുലിന്റെ ഫ്ളാറ്റിലേക്ക് ഈ യുവതി എത്തിയ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. DVRൽ ബാക്കപ്പ് കുറവാണ്. അതുകൊണ്ട് സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട്. 3 മണിക്കൂർ സമയം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു പരിശോധന ആരംഭിച്ചിട്ട്. പരാതിക്കാരിയുടെ ശബ്ദ പരിശോധന നടത്തും. പുറത്തു വന്ന സംഭാഷണം യുവതിയുടേതാണോ എന്ന് ഉറപ്പിക്കുവാനാണ് പരിശോധന നടത്തുന്നത്. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് പരിശോധന നടത്തുക. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രാഹുലിനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാഹുലിനെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന നടത്തുകയാണ്. നിലവിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഒളിവിലാണ്. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അടക്കം പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുവാൻ സാധ്യതയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു പോലീസ് സംഘം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. ഇതൊരു രാഷ്ട്രീയ ആയുധം തന്നെയാണ്. രാഹുൽ മാങ്കുട്ടത്തിൽ കേസ് ഇതുവരെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ആരോപണം കൊണ്ടുവന്നപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ട് CPM ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ BJP ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ഈ രാഹുൽ മാങ്കുട്ടം ഒരിക്കലും രാജിവെച്ചു പോകുമെന്ന് ആരും കരുതുന്നില്ല. MLA ആയിട്ട് എത്ര നാൾ തുടരാൻ പറ്റുമോ അത്രയും നാൾ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ തുടരും എന്ന് തന്നെയാണ് സൂചന. മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കേസ് നിലനിൽക്കുമോ എന്ന് പോലും സംശയമാണ്. CPM ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ എത്രയോ പേർ ഇതുപോലെ കേസിനകത്ത് പ്രതിയായി ജാമ്യത്തിൽ നിൽക്കുന്നുണ്ട്. കേരളത്തിലെ 2-3 MLAമാർ ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഒരു പീഡന കേസിൽ ഉൾപ്പെട്ട ജാമ്യത്തിലൊക്കെ നിൽക്കുന്നവരുണ്ട്. അവരാരും തന്നെ രാജിവെക്കുന്നില്ല. ഈ കേസ് മുന്നോട്ട് പോകുന്നതോടെ രാഹുൽ മാങ്കുട്ടത്തിലെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ? അങ്ങനെയുള്ള ഒരു ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് MLA സ്ഥാനമൊന്നും രാജിവെക്കേണ്ടി വരില്ല. ഈ കേസിന്റെ വഴിക്ക് പോകുമെന്നാണ്. അത് കുറച്ചുനാൾ കഴിയുമ്പോൾ അക്യൂവിറ്റിയിലേക്ക് പോകും. കാരണം പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള എവിഡൻസ് ഇതിനകത്ത് കിട്ടുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത്. കേസ് ഉണ്ടെങ്കിലും ശരി MLA ആയിട്ട് തുടരുന്നതിൽ യാതൊരു നിയമ തടസ്സങ്ങളുമില്ല. ന്യായീകരിക്കുന്ന പരാമർശങ്ങൾ വേണ്ട എന്ന് പാർട്ടി നേതൃത്വം തന്നെ തീരുമാനിച്ചതാണ്. ജയിക്കും എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് മറയ്ക്കുവാൻ കെട്ടിച്ചമച്ചതാണ് ഈ കേസെന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമാണ്. ശബരിമല കേസിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലീസോ ഗവൺമെന്റോ അല്ല കണ്ടുപിടിച്ചത്. മറിച്ച് ഹൈക്കോടതിയാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് പോലും. അതിനുള്ള ടീമിനെ തന്നെ ഹൈക്കോടതി കണ്ടെത്തിയതാണ്. കറകളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ അതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും രാഷ്ട്രീയം കളിക്കുന്നവർക്ക് പരിക്കേൽക്കുമെന്നത് കരുതപ്പെടുകയാണ്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയാലും രാഹുൽ സർവൈവ് ചെയ്യും. ഇതുപോലെ തന്നെ ധാരാളം പ്രായം കുറഞ്ഞ പ്രവർത്തകരും ഈ കോൺഗ്രസിൽ തന്നെയുണ്ട്, CPMലും ഉണ്ട്. ഇനിയിപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടാൽ പിന്നീട് രാഹുൽ മാങ്കുട്ടം എങ്ങനെയായിരിക്കും ഈ ഒരു കേസിനെ നേരിടാൻ പോകുന്നത് എന്നതും പ്രധാനമാകും. ഇതിൽ ഈ പീഡന കേസ് നിലനിൽക്കുമോ എന്നതുപോലും സംശയമാണ്. കാരണം വിവാഹിതയായ സ്ത്രീയാണ്. ഈ ഒരു അബോഷന്റെ ഭാഗമായിട്ട് ഇവർ ഒരു ഹോസ്പിറ്റൽ പോലും പോയിട്ടില്ല. ഈ അബോഷന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നു, തുടർന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. ഇതിന് ശേഷമാണ് ഇവർ ആശുപത്രിയിലേക്ക് പോകുന്നതും ഇങ്ങനെ പറയുന്നത് പോലും. അപ്പോൾ സ്വന്തമായിട്ട് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും കറക്റ്റായിട്ട് അറിയില്ല. അതുപോലെ അവരെ ഭർത്താവ് ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആരോപണം അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം എല്ലാം തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ റെക്കോർഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മർദ്ദിച്ചു എന്ന് പറയുമ്പോഴും അത് ഭർത്താവ് മർദ്ദിച്ചതാണോ എന്നൊരു മറുചോദ്യം ഉയരാം. അതുകൊണ്ട് എവിഡൻസ് ഇതിനകത്ത് ലഭിക്കുവാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ട്. ഈ ആരോപണം അതുകൊണ്ട് തന്നെ നിലനിൽക്കുമോ എന്നതുപോലും സംശയമെന്നാണ് വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തതിനെ പലരും വിമർശിച്ചത് കണ്ടു. അങ്ങനെ നേരിട്ട് പരാതി കൊടുക്കുന്നതിൽ നിയമ തടസ്സം വല്ലതുമുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയല്ലേ. നിയമ തടസ്സം ഒന്നും തന്നെയില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. അതിനൊന്നും നിയമ തടസ്സം പറയാൻ നമുക്ക് പറ്റില്ല.
ഇതിനിടെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ നേരിട്ടതുപോലെ ഒരു കേസ് ആരുടെയും വീട്ടിലേക്ക് വേണമെങ്കിൽ വരാമെന്നാണ് ഈ ഇൻഫ്ലുവൻസർ ആയ ഫെമിന സലാം പറയുന്നത്. അതിജീവിതയെ പരമാവധി അധിക്ഷേപിച്ചുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ച വോയിസ് ക്ലിപ്പും സ്ക്രീൻഷോട്ടും കാണുന്നവർ എന്താണ് ഈ അതിജീവിത ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ലേ എന്നും ഈ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന് പറ്റിപ്പോയ ഒരു തെറ്റെന്നും ഫെമിന പറയുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യന് തോന്നുന്ന വികാരമാണ് പറയുന്നത്. ഇത് കേരളത്തിലെ സഖാക്കന്മാരുടെ അവസാനത്തെ പെണ്ണുകേസായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന് പറ്റിപ്പോയ ഒരു തെറ്റ് അല്ലെങ്കിൽ അബദ്ധം എന്നത് സ്നേഹം എന്ന കപട നാടകത്തിൽ വീണുപോയതാണ്. ഇത് ആഘോഷിക്കുന്നവർ ഇതൊക്കെ തുടരണം. കാരണം ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുവാനുള്ള ദൂരം വിദൂരമല്ല. മറ്റൊരുവന്റെ ഭാര്യയായി ജീവിച്ച് വേറൊരുത്തന്റെ കൂടെ കിടക്ക പങ്കിടുന്നവരെ അതിജീവിത എന്ന് വിളിക്കുന്ന ചാനലുകൾ നാളെ അവരുടെ ഭാര്യമാരും വേറെ ഒരുത്തന്റെ കൂടെ പോകുന്നത് കണ്ടാൽ അവരെയും അതിജീവിത എന്ന് വിളിക്കുമല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ എത്ര കുടുംബങ്ങൾക്ക് സ്വസ്ഥമായി കാണാൻ സാധിക്കുന്നുണ്ട്? അവിഹിതം കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ? ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് സ്ത്രീകളെ അബല തബല എന്നൊക്കെ പറയുവാൻ സാധിക്കുന്നത്? ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് സ്ത്രീകളെ അബല തബല എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്? എന്താണ് ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത്? സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം എന്നൊക്കെ നിലവിളിക്കുന്നത് നിയമപരമായി എല്ലാ സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നതുകൊണ്ടുള്ള അഹങ്കാരമാണോ? കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച വോയിസ് ക്ലിപ്പും സ്ക്രീൻഷോട്ടും കാണുമ്പോൾ എന്താണ് ഈ അതിജീവിതം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ലേ? എങ്ങനെയാണ് ഈ ഒരു പെണ്ണിനെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കുന്നത്? എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോകേണ്ടത്? മുഖ്യമന്ത്രി ഇപ്പോൾ ഡിഗ്രി എടുത്തിരിക്കുന്നത് പെണ്ണ് കേസിലും ഗർഭക്കേസിലും ഒക്കെയാണ്. തകർത്തു കളഞ്ഞു എന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ചില്ലി കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് പഴയതിനേക്കാൾ ഉയരത്തിൽ അവർ തിരിച്ചുവരും. ഈ വീഴ്ചകൾ എല്ലാത്തിന്റെയും തുടക്കം മാത്രമാണ്. നാളെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ഇവിടെ ആളിക്കത്തേണ്ടത് അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള കേസാണെന്നും ഫെമിന പറഞ്ഞു വെക്കുന്നു.